എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാകണമെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാണ്ടോ നമ്മുടെ റൗലിക്കുട്ടി പാലിൻ്റെ ബോട്ടിലല്ല പാലിൻ്റെ പാത്രം തുറക്കണത് അവർക്ക് പ്രത്യേകം അറിയാം കേട്ടോ അവൾക്ക്. അപ്പോൾ അവൾ എവിടെയാണെങ്കിലും ശരി പാലിൻ്റെ പാത്രം നമ്മൾ രാവിലെ ആണെങ്കിലും ശരി വൈകുന്നേരം ചായ വയ്ക്കുമ്പോഴാണെങ്കിലും ശരി എപ്പോൾ നമ്മൾ പാലിൻ്റെ പാത്രം തുറക്കണോ അത് അവൾക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ നമ്മൾ തിന്നാൻ വെക്കുന്ന പെട്ടി ഉണ്ടല്ലോ, തിന്നാൻ പെട്ടി, അതും തുറക്കുന്ന സമയം അവൾക്ക് നല്ല പോലെ അറിയാം. ആ രണ്ട് പെട്ടിയുടെ സൗണ്ടും കേട്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ശരി ഓടി വരും കേട്ടോ. അപ്പോൾ അവൾക്ക് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പാല് തുറന്നപ്പോൾ ഓടി വന്നതാണ്. അങ്ങനെ ഞാൻ അവൾക്കുള്ള പാലൊക്കെ ഒന്ന് കാച്ചി കൊടുത്തു കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള പാല് ഇപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാല് കൊണ്ടുവന്ന് ഒന്ന് അരിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരുപാട് വഴറ്റി നമുക്ക് സമയം കളയേണ്ട, എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാം കൂടെ കുക്കറിലിട്ട് നല്ലൊരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ പറയുമ്പോൾ 1-2 വിസിലടിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് വരും കേട്ടോ. വെന്ത് ശരിക്കും ഉടഞ്ഞു പോയി എന്ന് തന്നെ പറയാം അല്ലേ. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഒരു 3-4 വിസിലടിച്ചാൽ കൂടിയിട്ട് നമ്മുടെ ഗ്രീൻ പീസ് വേവുന്നത് വളരെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴച്ച് വെച്ച് നമ്മൾ കറിയെല്ലാം റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം, അതൊക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഈ വെള്ളമൊക്കെ നമ്മൾ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ വേണ്ടവർക്ക് പെട്ടെന്ന് എടുത്ത് കുടിക്കാമല്ലോ. ഇല്ലെങ്കിൽ കുടിക്കാൻ പോകണ നേരത്ത് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അപ്പം ആദ്യം വെള്ളം വെക്കണം, പിന്നെ ബോട്ടിലാക്കണം, അതൊക്കെ ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കൂടെ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു സവാള, 2 നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 3-4 പച്ചമുളക്, ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആൾ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി എടുക്കുക കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കഷ്ണങ്ങളുടെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആളെങ്ങനെയാണ് അതിനനുസരിച്ച് കഷ്ണങ്ങളുടെ അളവൊക്കെ കൂട്ടിയെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണമല്ല ഇത്രയ്ക്ക് തന്നെ കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു കാക്കപ്പിനും താഴെയായിട്ടാണ് കേട്ടോ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബീൻസൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്ത കറി ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസും ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ അതെല്ലാം മുറിച്ച് മാറ്റി നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വിസിലിട്ടാൽ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുറുമ റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 കപ്പലമുളക് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറുമാണ് കേട്ടോ. അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ വലിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയ ഉള്ളി ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മളൊരു 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കുറുമയിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളർ വേണ്ട, വെള്ള കളർ പോലെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാൻ എപ്പോഴും തിരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് നമ്മുടെ കഷ്ണം മുങ്ങി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്രീൻ പീസ് വേവ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒന്നുകൂടി ഇട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ പാകം പോലെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമ്മളവിടെ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ പൊടിയായിട്ടില്ലാത്ത കാരണം ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിയാണെങ്കിൽ ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ
കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് തേങ്ങ കുറച്ചിട്ട് കാഷ്യൂവിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ കാഷ്യൂ കുറച്ചിട്ട് തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് ആവിയെല്ലാം പോയി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടില്ല. വെന്തുടയേണ്ട ആവശ്യമില്ല കേട്ടോ. വെന്തുടയാണ്ട് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഉടച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ തീ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചേർത്ത് തീ കൂടെ ഓൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കും, പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ കുറുകും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിരിക്കും കേട്ടോ. നമ്മുടെ കറി കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും, കാണാൻ തന്നെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാകാൻ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, കാഷ്യൂനൊക്കെ ചേർത്ത് കാരണം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അരച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ കുറുമയ്ക്ക് എരിവ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയും നമ്മുടെ പച്ചമുളകാണ് കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് ഞാൻ മല്ലിത്തല ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു, നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. ഇതോടുകൂടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ താളിച്ചൊഴിക്കുക, പച്ച വെളിച്ചെണ്ണ ചേർക്കുക. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല കേട്ടോ. കുക്കറിലെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വിസിൽ, അത് കഴിഞ്ഞാൽ അരപ്പ് ചേർത്ത് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിത്തല നമ്മുടെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുമണികളുടെ വിശേഷങ്ങൾ അറിയണ്ടേ? നമ്മുടെ കുഞ്ഞുമണികൾ വന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിൻ്റെ തിരക്കുകാരൻ നമുക്ക് പിന്നെ വീഡിയോ ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 4 കുഞ്ഞുമണികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മ അവരെ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ദിവസം നമ്മൾ പശുവും പാലൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർക്ക് അത്ര സെറ്റാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു സിറിഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അവർക്ക് വെള്ളവും പാലും കൊടുക്കാൻ പറഞ്ഞ് അവർ കൊണ്ടുവന്നത് ഒരു വൈകുന്നേരമായിരുന്നു. വൈകുന്നേരം തന്നെയാണ് നമ്മൾ ഈ നിബിളും അതുപോലെ സിറിഞ്ചും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ അവർക്ക് കൊടുക്കാനുള്ള പാൽപ്പൊടിയാണ് കേട്ടോ ഇത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ അവർക്ക് ഒരു അളവനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അമ്മമാർ മരിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്, അല്ലാത്ത കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. അവർക്ക് നമ്മുടെ പാൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതാണ് നല്ലത് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ വാങ്ങിയ നിബിളാണ് കേട്ടോ ഇത്. അത് അവർക്ക് വായിക്ക് വലുതായിരിക്കും, അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞ് നിബിൾ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ടുള്ള മരുന്നാണ് ഈ കാണുന്നത്. ഒരു ഗ്യാസിനുള്ള മരുന്നും പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും കേട്ടോ. അപ്പോൾ ഗ്യാസിനുള്ള മരുന്ന് 1 തുള്ളി കൊടുക്കുക, ആൻറ്റിബയോട്ടിക് 2 തുള്ളി കൊടുക്കുക, അങ്ങനെ അത് രണ്ടും 2 നേരം കൊടുക്കുക. അതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്കുള്ള പാൽപ്പൊടിയും അതുപോലെ തന്നെ അവർക്കുള്ള മരുന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയുന്നില്ല, നമുക്ക് നമ്മുടെ കുഞ്ഞുമണികളെല്ലാവരെയും നഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ആദ്യം കൊണ്ടുവന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുമണി പോയി കേട്ടോ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതും പിന്നെ ഒരു കുഞ്ഞുമണി പോയി കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ബാക്കിയുള്ള കുഞ്ഞുമണികളെ ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാട്ടിയപ്പോഴാണ് ഡോക്ടർ എഴുതി തന്ന മരുന്നാണ് കേട്ടോ ഈ കാണിച്ച 2 മരുന്നൊക്കെ. പിന്നെ പാൽപ്പൊടി ഇത് തന്നെ കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മ മരിച്ച് പിറ്റേ ദിവസം അല്ല, എനിക്ക് പറയാനും വാക്കുകളില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടമായി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ അവരുടെ അമ്മ മരിച്ചതുകൊണ്ട് അവർക്ക് ആ പാല് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ന് പറയുമ്പോൾ അവർക്കല്ല ആർക്കായാലും അമ്മയുടെ ആ ചൂരും ഒക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പാലും ചൂരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര കഷ്ടമാണെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പാലക്കാട് നമ്മൾ റൗലിയൊക്കെ നോക്കിയിട്ടുള്ള അവരുടെ ജില്ലാശുപത്രിയിലാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്
അവിടെ കിടത്തിയിട്ട് നോക്കാനുള്ള ICU അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ മരുന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. രക്ഷപ്പെട്ടു അത്രേ പറയാൻ പറ്റൂ. പിന്നെ പോരാത്തതിന് നമ്മുടെ കുഞ്ഞുമണികൾക്ക് അധികം ദിവസമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കിട്ടുമ്പോൾ ഒരു 3-4 ദിവസമായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ 2-3 ദിവസവും കൂടെ കഴിഞ്ഞു. 2 കുഞ്ഞുമണികൾ പോയ ശേഷമാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറും പറഞ്ഞു അത് എന്താ പറയുക, അമ്മയുടെ ആ ചൂടും ചൂരും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ പോയതെന്നും ഈ കുട്ടികൾ ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവർ മരുന്നൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ പാല് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് തനിയെ മൂത്രം ഒഴിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ തനിയെ മൂത്രം ഒഴിക്കണ്ട. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നമ്മളൊരു 10-12 ദിവസം തന്നെ അവർ നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറഞ്ഞാൽ അമ്മയില്ലാത്ത ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ കുട്ടികളെല്ലാം പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ ഓരോരോ കുഞ്ഞുമണികൾ ഇങ്ങനെ പോകുമ്പോഴും നമ്മൾ പോട്ടെ സാറില്ല, ഇനിയിപ്പോൾ അടുത്തൊരു കുഞ്ഞുമണി ഉണ്ടല്ലോ, അപ്പോൾ അതെങ്കിലും ജീവിതത്തിലേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എന്താ പറയുക, എല്ലാവരും ഓരോ ദിവസമായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് കുഞ്ഞുമണി പോയത് എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തി കണ്ണടഞ്ഞ് അങ്ങനെ പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കൂടെ പോയപ്പോഴായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനായിരുന്നു അതിൽ കുറച്ച് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും കൂടെ പോയപ്പോൾ നമുക്കൊരുപാട് സങ്കടം തോന്നി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മരുന്നും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്നൊരാളുടെ ഒരു വിധി കൂടി ഉണ്ടല്ലോ അല്ലേ. ദൈവം എന്താ വിചാരിക്കുന്നത്, എന്താ വിചാരിച്ചത്, അതുകൊണ്ട് എന്താ ഒരു ഇതെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ 4 കുഞ്ഞുമണികളും നമ്മുടെ പൈക്കയും ഒന്നും നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ 5 പേര് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും നമുക്ക് കാര്യമില്ല അല്ലേ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് റൗലിയും നമ്മുടെ സോണ്ടും മാത്രമുണ്ട് നമ്മുടെ അവിടെ കേട്ടോ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കണം. അവർ ഒന്നൊക്കെ ഓടി നടന്ന് പാലൊക്കെ കുടിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധനമൊക്കെ കഴിക്കുന്നൊക്കെ രക്ഷപ്പെടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കണ്ണുകൂടെ തുറക്കാത്ത കുഞ്ഞുമണികൾ ആയ കാരണമാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ നോക്കുന്ന ഒരു തിരക്കിലാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ പറ്റാണ്ട് അങ്ങനെ പോയത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇനി വീഡിയോ ഇടണമെന്ന് എപ്പോഴും വീഡിയോ ഇടണമെന്ന് പറയും, പക്ഷേ അതിന് സാധിക്കാറേ ഇല്ല കേട്ടോ. ഈ ഒരാഴ്ച അവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മുടെ പരിശ്രമം വിജയത്തിലെത്തിയില്ല. എല്ലാ കുഞ്ഞുമണികളും നമുക്ക് നഷ്ടമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോസിൽ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുമണികളെയും പൈക്കയൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.